ഹലോ എവരി വൺ, എല്ലാവർക്കും മറ്റൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണ്, ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ശരിയാണോ, അതോ ഉള്ളിൽ മറ്റെന്തെങ്കിലും ആണോ, അവർ മറച്ചു വെച്ചിരിക്കുകയാണോ അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുറമേ അവർ പറയുന്ന ഒരു ഇൻറ്റൻഷൻ എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. അവർ പുറമേക്ക് കാണിക്കുന്ന ഫീലിങ്സ് എന്താണ്. കിങ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നീട് അവരുടെ ഉള്ളിൽ എന്താണ്, പുറമേ ഉള്ളത് തന്നെയാണോ അവരുടെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കാം. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. 10 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അവർ എന്ത് ആക്ഷൻസ് ആണ് ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നതെന്ന് നോക്കാം. 2 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അവർ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ എംപ്രസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു സീക്രട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ് കുറച്ചും കൂടി റെസനേറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക. റീഡിങ്ങിനായിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, വാട്സപ്പ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമുക്കിവിടെ കിങ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അവർ പുറത്തേക്ക് കാണിക്കുന്ന അവരുടെ ഒരു ഇൻറ്റൻഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണെന്നാണ് പുറത്തേക്ക് അവർ കാട്ടുന്നത്. അത് കിങ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, പാഷനേറ്റ് ആണ്, മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അവർക്കുള്ളതെന്നാണ്. എല്ലാ കാര്യത്തിലും അവർ വളരെ മുൻപന്തിയിലാണ്. ആ ഒരു എനർജിയാണ് അവർ പുറത്തേക്ക് കാണിക്കുന്നത്. എന്തും അവർക്ക് എവിടെയും പറയാൻ കഴിയും. നല്ല ധൈര്യമുള്ള ആളാണ്. ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവരെ പുറത്തേക്ക് കാണിക്കുന്നത്. ഇതൊരു ഫയർ ആയിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തിട്ട് ഇറങ്ങുക. പക്ഷെ ചില ടൈംസിൽ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ തീരുമാനം എടുക്കുന്നു എന്നൊക്കെ തോന്നാം. സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി കൺട്രോള് അവരുടെ കയ്യിൽ തന്നെ വേണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നീട് 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ എന്താണ്, ഈ പുറമെ കാണുന്നത് തന്നെയാണോ എന്ന് നോക്കുമ്പോഴാണ് 4 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ അവർ ഒന്നിനോടും താല്പര്യമില്ല, വളരെ ബോറടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എനർജിയാണ് ഇവർക്കുള്ളത്. ഒന്നിനോടും ഒരു താല്പര്യമില്ല. എന്ത് ഒക്കെ ചെയ്താലും പറഞ്ഞാലും അവർക്കൊരു ഒരു സന്തോഷം ഇവർക്ക് ലഭിക്കുന്നില്ല. എന്തോ ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഇവർക്കുള്ളത്. നിങ്ങളുടെ ഒപ്പം കൂടുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം വരികയാണെങ്കിൽ ഇമോഷണൽ ഗ്യാപ്പ് ഫില്ലാകുമോ എന്ന് നോക്കുകയാണ് ഇവർ സത്യത്തിൽ ചെയ്യുന്നത്.
ഇതാണ് ഇവരുടെ ഹിഡൻ മോട്ടീവായിട്ട് നമുക്ക് കാണാനുള്ളത്. അതേപോലെ അവർ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനും കൂടിയാണ് നിങ്ങളുമായി ഇവർ അടുക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നീട് 10 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള അവരുടെ ഉള്ളിലെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ജെന്യുവിനായിട്ടുള്ള ലവ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻ അവർക്ക് ഇതിലുണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റിയോ പ്രഷറോ ഒന്നും അവർക്ക് താങ്ങാനുള്ള ഒരു കരുത്തില്ല. അതൊക്കെ വലിയ ചുമതലകളായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കേട്ടോ. നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ സ്ട്രെസ്സ് കൂടി ഉണ്ട് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന്. എല്ലാം ഇവർ തന്നെ സ്വയം ചെയ്യണം, എല്ലാ ചുമതലകളും ഇവർ ഒറ്റയ്ക്ക് ചുമക്കണം, അങ്ങനെ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത്. പിന്നീട് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇനി എന്ത് ആക്ഷനാണ് ഇവർ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ഓൺ ഓഫ് എനർജി ആയിട്ടാണ് കാണുന്നത്. അവർ ചില ടൈമിൽ നിങ്ങളോട് അമിതമായിട്ട് സംസാരിക്കാം, വളരെയധികം സ്നേഹം കാണിക്കാം, എന്നാൽ ചില ടൈമിൽ അതൊന്ന് കുറയാം, ചിലപ്പോൾ മിണ്ടാതിരിക്കാം. അങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ജഗ്ലിങ് എനർജിയും കൂടി നമുക്കിവിടെ കാണാനുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാനില്ല. അവരിങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനും അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, മറ്റു പ്രയോറിറ്റീസ് അവർക്ക് ഉണ്ടാവാം എന്നുള്ള ഒരു ചാൻസാണ്. ഒരു ക്ലിയർ ഡെസിഷൻ അവർ നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ എടുത്തിട്ടില്ല. ചിലപ്പോൾ മറ്റു റെസ്പോൺസിബിലിറ്റികളാവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാനും ഉള്ള ഒരു വഴി ഇവിടെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. പിന്നീട് ദ എംബറസ് എന്ന കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്കുള്ള ഒരു പ്ലാൻ എന്താണ്, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റേബിളായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്കിവിടെ കാണുന്നു. ലോങ് ടേമിലേക്ക് ഒരു പൊട്ടൻഷ്യലൊക്കെ തോന്നുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് ശരിയാകാം എന്ന് തന്നെയാണ് ഈ എംപ്രസ് എന്ന കാർഡ് വരുമ്പോൾ. ഇപ്പോൾ ഉള്ള പോലെയല്ല, കാര്യങ്ങളൊന്നും കൂടി സീരിയസ് ആവാം. നിങ്ങളുടെ റിലേഷനിൽ ഒരു സ്റ്റെബിലിറ്റി വരാനൊക്കെ ഉള്ള സാധ്യതയാണ്. ഒരു മാരേജോ ഒരു സെറ്റിൽഡ് ലൈഫ് എനർജിയൊക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കാണാനുണ്ട് കേട്ടോ. പിന്നീട് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ട് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് വന്നപ്പോൾ പെട്ടെന്നുള്ള ഒരു പക്വതയില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ചിന്തിക്കാതെ പല കാര്യങ്ങളിലും ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക, അതുപോലെ ഹാർഷായിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കുക, അതിനുള്ള പോസിബിലിറ്റി, അതിന് മേലെ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാം. ഇങ്ങനെയുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. പെട്ടെന്ന് വരിക, പെട്ടെന്ന് തന്നെ പലതരം റിയാക്ഷൻസ് ഉണ്ടാവുക, ഒരു കൺസിസ്റ്റൻസി കുറഞ്ഞു പോകാനുള്ള സാധ്യത, അതാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസണേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം കേട്ടോ.